ഇറാൻ യുദ്ധം കാരണം ലോകം ഇന്ധന പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യക്ക് പുതിയൊരു വഴികാട്ടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വെറുതെ പ്രസംഗിക്കുകയല്ല, മറിച്ച് പ്രവർത്തിച്ച് കാണിക്കുകയാണ് താനെന്ന് മോദി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ രാജ്യത്തോട് ആഹ്വാനം ചെയ്തതിന് പിന്നാലെ സ്വന്തം ഔദ്യോഗിക വാഹന വ്യൂഹത്തിലെ കാറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചാണ് മോദി മാതൃകയായത്. പുതിയ ലക്ഷറി കാറുകൾ വാങ്ങുന്നതിന് പകരം നിലവിലുള്ള സംവിധാനങ്ങളിൽ സാധ്യമായ ഇടങ്ങളിലൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താൻ മോദി ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. SPG പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മാറ്റം. ഹൈദരാബാദിലെ പ്രസംഗത്തിന് പിന്നാലെ നടത്തിയ ഗുജറാത്ത്, അസം സന്ദർശനങ്ങളിൽ മോദിയുടെ വാഹനവ്യൂഹത്തിൽ ഈ കുറവ് പ്രകടമായിരുന്നു. പ്രധാനമന്ത്രിയുടെ പാത പിന്തുടർന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം പകുതിയാക്കി കുറച്ചു. പ്രോട്ടോകോളുകൾ ലംഘിക്കാതെ തന്നെ ഇന്ധന ലാഭം എങ്ങനെ വരുത്താം എന്നതിന്റെ തെളിവാണ് ഷായുടെ ഈ നീക്കം. വരും ദിവസങ്ങളിൽ മറ്റ് കേന്ദ്രമന്ത്രിമാരും തങ്ങളുടെ വാഹനവ്യൂഹത്തിന്റെ വലിപ്പം കുറച്ചേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ഞായറാഴ്ച ഹൈദരാബാദിൽ നടന്ന BJP റാലിയിലാണ് മിതവ്യയത്തിനുള്ള ആഹ്വാനം പ്രധാനമന്ത്രി നടത്തിയത്. വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷം ഇന്ധന ഇറക്കുമതിയെ ബാധിക്കുമെന്ന ബോധ്യമുള്ള മോദി കൃത്യമായ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയത്. നഗരങ്ങളിൽ മെട്രോ റെയിൽ ഉപയോഗിക്കുക, കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കുക, വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മാറുക തുടങ്ങി വിദേശ നാണ്യം ലാഭിക്കാനുള്ള തന്ത്രങ്ങളാണ് മോദി മുന്നോട്ട് വെച്ചത്. വിദേശ നാണ്യം കാക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനുമുള്ള മോദിയുടെ ഈ നീക്കം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. അധികാരം കാണിക്കാനുള്ളതല്ല, മറിച്ച് സേവനത്തിനുള്ളതാണെന്ന് തെളിയിക്കുന്ന ഈ മാതൃക മറ്റു രാഷ്ട്രീയ നേതാക്കളും സ്വീകരിക്കുമോ എന്നാണ് ഇനി കാണേണ്ടത്. വിദേശ നാണ്യ ചോർച്ച തടയാൻ സ്വർണം വാങ്ങുന്നത് 1 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം തള്ളി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും സ്വർണ്ണ വിപണിയെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നത് പ്രായോഗികമല്ലെന്ന് സംഘടന അറിയിച്ചു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും സംഘടനയുടെ ഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു തീരുമാനത്തെ പലരും എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ വരാനിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ വെറുതെ പ്രസംഗിക്കുകയല്ല, തന്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുകയായിരുന്നു മോദി അത് ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ വഴിയെ നീങ്ങുകയാണ്.